ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ അന്ന് ചോദിച്ചു. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ലേ മറിയം ബീവി റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു തആല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നൽകുന്നത്. ഈസാ നബി അലൈഹി സ്വലാം ജനിക്കുന്ന സമയത്തും മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ച സമയത്തും പിശാച് വന്ന് ഈസാ നബി അലൈഹി സ്വലാമിന്റെ ശരീരത്തിൽ സ്പർശിക്കാൻ നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിശാചിന്റെ കുത്ത് അങ്ങോട്ട് ഏറ്റില്ല. ആ കുത്ത് എവിടെയാണ് കൊണ്ടുവന്നത്? എവിടെയാണ് പോയി തട്ടിയത്? കുട്ടിക്ക് മേലെ സാധാരണ ഒരു മറുപോലത്തെ ഒരു മറയുണ്ടാകും, സാധാരണ മക്കളെ മേലിലൊക്കെ ഉണ്ടാകും. അതിന്റെ മേലിലാണ് ശൈത്താന്റെ സ്പർശനമേറ്റത്. ശരീരത്തിൽ സ്പർശിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് ശരീരത്തിൽ സ്പർശിക്കാൻ കഴിഞ്ഞില്ല? ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലിയ ദിക്റാണ്. ഹന്നത്ത് ബീവി ചൊല്ലിയത് മറിയം ബീവിക്ക് വേണ്ടിയാണെങ്കിലും ഈസാ നബി അലൈഹിസ്സലാമിനും അതിന്റെ ഫലം കിട്ടി. അതവിടെ തീരുന്നുണ്ടോ? ഇല്ല. പിന്നെ എങ്ങോട്ട് പോകുന്നുണ്ട്? ഇനി സഹോദരന്മാരെ, അവസാന നാളിൽ ഈസാ നബി അലൈഹിസ്സലാം വരും. ഈസാ നബി അലൈഹിസ്സലാം ഉയർത്തപ്പെടുന്ന സമയത്ത് മഹാനവറുകൾ അവിവാഹിതനാണ്. ഈസാ നബി അലൈഹിസ്സലാം ഈ ഉമ്മത്തിൽ നിന്ന് കല്യാണം കഴിക്കും. ഈസാ നബി അലൈഹിസ്സലാമിന് മക്കൾ ജനിക്കും. ആ മക്കൾക്കുമുണ്ട് നൂറ്റാണ്ടുകൾക്കപ്പുറം ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലിവെച്ച ദിക്റിന്റെ കാവല്. ഒരൊറ്റ ദിക്റിന്റെ കാവൽ നീണ്ടുപോകുന്നത് എത്ര ദൂരത്തേക്കാണ്! അന്ന് ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലിയത് സ്വന്തം മകൾക്ക് വേണ്ടി മാത്രമല്ല, പേരമക്കൾക്കടക്കമാണ്.